കട്ടളപ്പടി എടുത്തുകൊണ്ട് പോകുന്നു, ഉരുക്കുന്നു, തിരിച്ചുകൊണ്ടുവന്ന് വെക്കുമ്പോൾ ചുക്ക് നോക്കുന്നില്ല എന്ന് പറഞ്ഞ പച്ചയ്ക്ക് യവമാര് തട്ടി 3-4 കിലോ സ്വർണ്ണ യവമാർ എല്ലാവരും കൂടെ വീതം വെച്ച് തിന്നു. ബഹുമാനപ്പെട്ട സനാതന ഹിന്ദുവിന്റെ വിശ്വാസത്തെ ഇവർ ചവിട്ടി മതിച്ചു. ശബരിമല അയ്യപ്പനെ കിട്ടുമെങ്കിൽ അതും കട്ടുകൊണ്ടു പോയനെ. അത്തരത്തിൽ കേരളത്തിലെ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ ഒന്നായ നിങ്ങൾ ആലോചിക്കുന്ന നൈഷ്ഠിക ബ്രഹ്മചാരിയുടെ പ്രതിഷ്ഠയുള്ള ശ്രീ അയ്യപ്പന്റെ ശ്രീകോവിലിന്റെ മുമ്പിലാണ് ഇരുന്ന കട്ടളയും യോഗദണ്ഡും ആലിലയും സകലതും അടിച്ചുകൊണ്ടുപോയിട്ട് വന്നിരുന്ന് ന്യായീകരിക്കാണ്. ഉദ്യോഗസ്ഥര് ചെയ്തതല്ലേ, ഞങ്ങളെന്ത് പിഴച്ചു? പിന്നെ നിങ്ങളെന്ത് കാണാനായിട്ടിരിക്കുന്നത്? നിങ്ങൾക്ക് എന്തിനാ ദേവസ്വം ബോർഡ്, ദേവസ്വം വകുപ്പ് എന്ന് പറയുന്നത് വകുപ്പെന്തിനാ? അതിനെന്തിനാ ഒരു മന്ത്രി? എന്താ അവരുടെ ചുമതല? ഫണ്ട് 200 കോടി 100 കോടി കൊടുക്കൽ മാത്രമല്ല, ഒബ്സർവേഷൻ ഉണ്ട്, സ്ക്രീനിംഗ് ഉണ്ട്, നടപടിക്രമങ്ങളിൽ പിശകുണ്ടെങ്കിൽ അതൊരു സ്വർണം പൂശിയതല്ലെന്നേ, അതെല്ലാം ചെമ്പുപാളി ആയിരുന്നേ, മഹസറിൽ കൃത്യമായിട്ടാണ് എഴുതിയെന്നേ, ഒരാൾക്കും മഹസർ തെറ്റിയിട്ടില്ലെന്ന് എന്ന് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ന്യായീകരിച്ച ആളിന്റെ പേര് അനിൽകുമാർ എന്നാണ്. ഇയാൾ എന്തിനെ ന്യായീകരിക്കും? അവസാനം പിടിക്കപ്പെടുമെന്നായപ്പോ ഇന്നിപ്പോ തിരുത്തിയിട്ടുണ്ട്, സ്വർണം പൂശിയ ചെമ്പുപാളികൾ എന്നാക്കിയിട്ടുണ്ട്. ഇപ്പോ ഇന്നലെ അവർ അങ്ങനെ ആയിരുന്നില്ല പറഞ്ഞത് കേട്ടോ. ഞാന് പിന്നെ ഇപ്പോഴത്തെ നിങ്ങളുടെ തന്നെ ഇപ്പൊ നിങ്ങളുടെ പോലീസിന്റെ സർവീസിൽ ബഹുമാനപ്പെട്ട ഓണറബിൾ ഹൈക്കോടതിയുടെ ഉത്തരവോടുകൂടി എടുക്കപ്പെട്ട കേസിൽ, ആ കേസിലെ റിമാൻഡ് അപേക്ഷയുടെ ഒരു ഭാഗം വായിക്കാം. ഞാൻ അത്ര വലിയ കേസൊന്നും പഠിച്ചിട്ടില്ലാത്ത ആളായതുകൊണ്ടേ. ശ്രീ അനിൽകുമാർ, നിങ്ങൾ കേട്ടോ. അതിലിങ്ങനെയാണ്: അന്യായമായി തിരുവിതാംകൂർ ബോർഡിന് നഷ്ടമുണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടും കരുതലോടും കൂടി ശബരിമലയിലെ ശ്രീകോവിലെ വാതിലിന്റെ കട്ടളപ്പടിയിൽ പതിച്ചിരുന്ന സ്വർണം പൂശിയ ചെമ്പുപാളികൾ എന്നതിനെ മാറ്റി, സ്വർണം പൂശിയ ചെമ്പുപാളികൾ എന്നതിനെ മാറ്റി വെറും ചെമ്പുപാളികൾ എന്ന് എഴുതി ചേർത്ത് 19/3/2019 ദേവസ്വം കമ്മീഷണറായിരുന്ന 3-ാം പ്രതിയും, ആരാണ് ദേവസ്വം കമ്മീഷണർ നിങ്ങൾക്ക് അറിയാലല്ലേ, പിണറായിയുടെ കടകംപള്ളിയുടെ ഒക്കെ സ്വന്താളെ, അദ്ദേഹം 42.1 കിലോഗ്രാം ചെമ്പുപാളികൾ അനധികൃതമായി ദേവസ്വം ജീവനക്കാരുടെയും ദേവസ്വം അംഗങ്ങളുടെയും അറിവോടുകൂടി, ദേവസ്വം ജീവനക്കാരുടെയും ദേവസ്വം ബോർഡ് അംഗങ്ങളുടെയും, ആരാ ദേവസ്വം ബോർഡ് അംഗങ്ങള്? CPM-ന്റെ കറകളഞ്ഞ പാർട്ടിക്കാരന്മാർ. ഒരാള് CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഉൾപ്പെടെയുള്ള കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകള്, അവരാണ് നോക്കണം, അങ്ങളുടെയും അറിവോടുകൂടി, അഥവാ CPM-ന്റെ ജില്ലയിലെ അറിയപ്പെടുന്ന, സംസ്ഥാനത്ത് അറിയപ്പെടുന്ന കള്ളന്മാരായ നേതാക്കന്മാരുടെ അറിവോടും സമ്മതത്തോടും കൂടി. റിമാൻഡ് റിപ്പോർട്ടാ. ഹൈക്കോടതി നിയോഗിച്ച മനുഷ്യരിൽ ഈ കുറ്റമൊന്നും ചുമത്താൻ പറ്റില്ല കേട്ടോ ശ്രീ ഷഫീർ. ഞാൻ വായിക്കട്ടെ, വായിച്ചു തീർന്നില്ലല്ലോ. എന്നിട്ട് ദേവസ്വം ബോർഡിനെയും ശബരിമലയെയും ചതിച്ച് ഉത്സാഹികളായി സ്വർണ്ണക്കട്ടികൾ പാളികളായതിനെ അടിച്ചു മാറ്റി കൊണ്ടുപോയി എന്നുള്ള വാക്കാണ് അതിനകത്ത് കാണുന്നത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം നോക്കൂ, ശബരിമല ശ്രീകോവിലെ കട്ടളയിലെ സ്വർണ്ണപ്പാളികൾ, അത് രണ്ടാമത്തെ കാര്യമാണ് കേട്ടോ, അത് രണ്ടാമത്തെ സംഭവമാണ്. ശബരിമല ശ്രീകോവിലിന്റെ കട്ടളയിലെ സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലേക്ക് കൊടുത്തുവിട്ടപ്പോൾ 42 കിലോഗ്രാം. റിമാൻഡ് റിപ്പോർട്ട് അങ്ങനെ അടിച്ചു പറഞ്ഞ ഞാൻ പറയട്ടെ. 39 ദിവസത്തിന് ശേഷം തിരിച്ചു കൊണ്ടുവന്നപ്പോൾ 42 കിലോഗ്രാം ഉണ്ടായിരുന്ന സ്വർണ്ണപ്പാളികളുടെ തൂക്കമോ അതിന്റെ ഗുണമേന്മയോ നോക്കാതെ എടുത്തു ഫിറ്റ് ചെയ്ത പോറ്റിയുടെയും ദേവസ്വം ഉദ്യോഗസ്ഥരുടെയും അഴിമതി എന്ന് പറഞ്ഞാൽ, കട്ടളപ്പടി എടുത്തുകൊണ്ട് പോകുന്നു, ഉരുക്കുന്നു, തിരിച്ചുകൊണ്ടുവന്ന് വെക്കുമ്പോൾ ചുക്ക് നോക്കുന്നില്ല എന്ന് പറഞ്ഞ പച്ചയ്ക്ക് യവമാര് തട്ടി 3-4 കിലോ സ്വർണ്ണ യവമാർ എല്ലാവരും കൂടെ വീതം വെച്ച് തിന്നു. ബഹുമാനപ്പെട്ട സനാതന ഹിന്ദുവിന്റെ വിശ്വാസത്തെ ഇവർ ചവിട്ടി മതിച്ചു. ശബരിമല അയ്യപ്പനെ കിട്ടുമെങ്കിൽ അതും കട്ടുകൊണ്ടു പോയനെ. അത്തരത്തിൽ കേരളത്തിലെ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ ഒന്നായ നിങ്ങൾ ആലോചിക്കുന്ന നൈഷ്ഠിക ബ്രഹ്മചാരിയുടെ പ്രതിഷ്ഠയുള്ള ശ്രീ അയ്യപ്പന്റെ ശ്രീകോവിലിന്റെ മുമ്പിലാണ് ഇരുന്ന കട്ടളയും യോഗദണ്ഡും ആലിലയും സകലതും അടിച്ചുകൊണ്ടുപോയിട്ട് വന്നിരുന്ന് ന്യായീകരിക്കാണ്. ഉദ്യോഗസ്ഥര് ചെയ്തതല്ലേ, ഞങ്ങളെന്ത് പിഴച്ചു? പിന്നെ നിങ്ങളെന്ത് കാണാനായിട്ടിരിക്കുന്നത്? നിങ്ങൾക്ക് എന്തിനാ ദേവസ്വം ബോർഡ്, ദേവസ്വം വകുപ്പ് എന്ന് പറയുന്നത് വകുപ്പെന്തിനാ? അതിനെന്തിനാ ഒരു മന്ത്രി? എന്താ അവരുടെ ചുമതല? ഫണ്ട് 200 കോടി 100 കോടി കൊടുക്കൽ മാത്രമല്ല, ഒബ്സർവേഷൻ ഉണ്ട്, സ്ക്രീനിംഗ് ഉണ്ട്, നടപടിക്രമങ്ങളിൽ പിശകുണ്ടെങ്കിൽ തിരുത്തലുണ്ട്, ഫണ്ടുകൾ കൃത്യമായി വിനിയോഗിക്കപ്പെടുന്നുണ്ടോ എന്നുള്ള സ്ക്രൂട്ടനൈസേഷൻ ഉണ്ട്, തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്താനുള്ള നടപടികളുണ്ട്. ദേവസ്വം മാനുവൽ ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചാൽ അനിൽകുമാറിന്റെ സംശയം തീരും. ദേവസ്വം മാനുവൽ കൃത്യമായിട്ട് തന്നെ പറയുന്നു, സർക്കാരിന്റെ ദേവസ്വം ബോർഡുകൾ സർക്കാരിന്റെ ദേവസ്വം വകുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ടതാണ്
എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിന്റെ വകുപ്പിന്റെ നിരീക്ഷണവും നിയന്ത്രണവും ഈ ബോർഡുകൾക്ക് മുകളിൽ ഉണ്ട് എന്നുള്ളതാണ്. പഠിച്ചു വെച്ചോ, അതാണ് ഒരു കാര്യം. ഇനി ബഹുമാനപ്പെട്ട ഓണറബിൾ ഇന്നത്തെ റിമാൻഡ് അപേക്ഷയ്ക്ക് ശേഷം ദേവസ്വം വിജിലൻസ് എന്ന പേരിൽ ഹൈക്കോടതിയിൽ കൊടുത്ത റിപ്പോർട്ട് എന്റെ കയ്യിലുണ്ട്. ആ റിപ്പോർട്ടിലും ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർ മാത്രമല്ല, ദേവസ്വം ബോർഡും പ്രതികളാണ്. ആ ദേവസ്വം ഉദ്യോഗസ്ഥരെ കൊണ്ട് ചെമ്പുപാളികൾ എന്ന് തിരുത്തി എഴുതി സ്വർണപ്പാളികളെ അടിച്ചു മാറ്റിയ കള്ളം ചെയ്തതിന്റെ പുറകിൽ രാഷ്ട്രീയ സമ്മർദ്ദമാണ്. അവരെ കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചതിന്റെയും അവരെ പലരുടെയും സാന്നിധ്യമില്ലാത്തതിന്റെയും ഒക്കെ ഇത് രാഷ്ട്രീയമാണ്. ഏറ്റവും അവസാനം നിങ്ങൾ നോക്ക്, ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് PS പ്രശാന്ത് ചെയർമാൻ ആയിരിക്കും ദേവസ്വം ബോർഡ്. ഇപ്പോഴും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിളിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഓണറബിൾ ഹൈക്കോടതിയുടെയോ ഹൈക്കോടതി നിരീക്ഷിച്ച കമ്മീഷണറുടെയോ അനുവാദമോ കൺസെന്റോ സാന്നിധ്യമോ ഇല്ലാതെ ദേവസ്വം വിജിലൻസിന്റെ ഉദ്യോഗസ്ഥന്മാർ അറിയാതെ, നിങ്ങൾ അറിയണം, ഗോൾഡ് സ്മിത്തിനെ വിളിച്ചു വരുത്തി മഹസർ തയ്യാറാക്കാതെ വീണ്ടും കൊടുത്തു വിട്ടു. യവന്മാരെല്ലാവരും കള്ളന്മാരാ, ശബരിമല കട്ടുപിടിച്ചവരാ. എന്നിട്ട് വന്നിട്ട് പറയാണ് VD സതീശന്റെ ആളല്ലേ ഉണ്ണികൃഷ്ണൻ. പിന്നെ VD സതീശന്റെ ആളാണ് ഉണ്ണികൃഷ്ണൻ എന്നെങ്കിൽ ഈ അനിൽകുമാറും നിങ്ങളുടെ തലതൊട്ടപ്പനായ പിണറായി വിജയനും നിങ്ങളുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയും കൂടി നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. VD സതീശന്റെ സ്വന്തം ആളായ പോറ്റി. VD സതീശനോടൊപ്പം പോറ്റി ഉണ്ടാവില്ല, എന്നാൽ കടകംപള്ളിയോടൊപ്പം പലപ്പോഴും പോറ്റി ഉണ്ടായിരുന്നു. ശ്രീ അനിൽകുമാർ, ഇതാണ് പ്രശ്നം. അതായത് നോക്കൂ, ഈ ആ കാലത്ത് ഞാൻ കഴിഞ്ഞ റൗണ്ടിൽ നമ്മൾ അവസാനിപ്പിച്ച പോയിന്റാണ്. അതായത് ദേവസ്വം ബോർഡിന്റെ കാലത്തെ ശബരിമല ക്ഷേത്രത്തിൽ എന്ത് നടന്നു എന്നത്